Hello everyone, welcome back to Learn and Grow. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് 7ലെ CBSE സിലബസ് പ്രകാരമുള്ള ഹിന്ദിയുടെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ്, മലയാളം എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ ഫസ്റ്റ് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ, എൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയറും ചെയ്യണേ. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഹം പഞ്ചി ഉന്മുക്ത ഗഗൻ കെ, ഈ ഒരു കവിതയാണ്. കവിത എഴുതിയിരിക്കുന്നത് ശിവമംഗൽ സുമൻ. ഓക്കെ, പഞ്ചി മീൻസ് ബേർഡ്സ്, ഉന്മുക്ത ഗഗൻ സേ. അപ്പോൾ ഇത് ഈ വേർഡിൻ്റെ മീനിങ് ഞങ്ങൾ പക്ഷികൾ തുറന്ന ആകാശത്ത് പാറിപ്പറക്കേണ്ടവരാണ് എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കവിതയിലൂടെ എന്താണ്, കൂട്ടിലകപ്പെട്ട കിളിയുടെ വിഷമതകളും അവരുടെ ആഗ്രഹങ്ങളുമൊക്കെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ലൈൻ വായിക്കാം. ഹം പഞ്ചി ഉന്മുക്ത ഗഗൻ കെ പിഞ്ചർ ബന്ദ് ന ഖാ പാएंगे കനക് തീലിയോം സേ ടकराकर പുളകിത് പങ്ക് ടൂട്ട് जाएंगे. ഓക്കെ, അപ്പോൾ എന്താണ്, हम पंछी उन्मुक्त गगन के പിഞ്ചർ ബന്ദ് ന ഖാ പായെങ്കെ. ഞങ്ങൾ പക്ഷികൾ തുറന്ന ആകാശത്ത് പാറിപ്പറക്കേണ്ടവരാണ്. പിഞ്ചർ ബന്ദ് ന ഖാ പായെങ്കെ. ഞങ്ങളിങ്ങനെ കൂട്ടിലകപ്പെട്ടാൽ ന ഖാ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാട്ട് പാടാനൊന്നും പറ്റത്തില്ല. എന്താണ്, പക്ഷികൾ തുറന്ന ആകാശത്ത് ഇങ്ങനെ പാറി നടക്കാൻ ആഗ്രഹിക്കുന്നവരെ. അപ്പോൾ അവരെ ഇങ്ങനെ അടക്കപ്പെട്ടാൽ അവർക്ക് പാടാനൊന്നും പറ്റത്തില്ല. കാരണം എന്താണ്, നമ്മൾക്ക് നല്ല സന്തോഷമുള്ള സമയത്തല്ലേ നമ്മൾ പാട്ടൊക്കെ പാടാൻ ആഗ്രഹിക്കുക. അതാണ് ഈ വേർഡിൻ്റെ മീനിങ്. ഓക്കെ, കനക് തീലിയോം സേ ടക്കറാക്കർ പുളകിത് പങ്ക് ടൂട്ട് ചായകെ. ഇനി ഞങ്ങൾ ഈ കൂട്ടിൽ കിടന്ന് പറക്കാൻ ശ്രമിച്ചാൽ തന്നെ കനക് തീലിയോം, കനക് എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ കൂട്, സ്വർണത്തിൻ്റെ കൂട്ടിൻ്റെ കമ്പികൾ, തീലിയോം സേ ടക്രാക്കർ ഞങ്ങളുടെ പുളകിത് പങ്ക് എന്ന് വെച്ചാൽ പുളകിത് പങ്ക് ചിറക്, ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള പങ്ക് ടൂട്ട് ജായകെ കട്ടായിപ്പോകും. എന്താണ്, ചിറകുകൾ പൊട്ടിപ്പോകും. സ്വർണത്തിൻ്റെ കമ്പികൾ മുട്ടിയാൽ, ഞങ്ങളിത് കൂട്ടിൽ കിടന്ന് പറക്കാൻ ശ്രമിച്ചാൽ സ്വർണത്തിൻ്റെ കമ്പികൾ കൊണ്ട് ഞങ്ങളുടെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ചിറകുകൾ പൊട്ടിപ്പോകും. മനസ്സിലായോ? നെക്സ്റ്റ് ലൈന് നോക്കാം. हम बहता जल पीने वाले मर जाएंगे भूखे प्यासे. എന്താണ് ബഹ്താജൽ എന്ന് വെച്ചാൽ ഒഴുകുന്ന ജലം. ഓക്കെ, ഒഴുകുന്ന ജലം പീനെ വാലെ, ഞങ്ങൾ ഒഴുകുന്ന ജലം കുടിക്കുന്നവരാണ്. എന്താണ് അങ്ങനെ വെച്ചാൽ, ആകാശത്തിലൂടെ ഇങ്ങനെ പാറിപ്പറക്കുമ്പോൾ അരുവികളും പുഴകളും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നിന്നും വെള്ളം കുടിക്കുന്നവരാണ് ഞങ്ങൾ. മർജായേഗെ ഭൂഖേ പ്യാസേ. ഞങ്ങൾ ഈ അകപ്പെട്ടാൽ എന്താവും, ഞങ്ങൾ എവിടെ കിടന്ന് മരിച്ചു പോകും, ദാഹത്താലും വിശപ്പിനാൽ. ഭൂഖേ പ്യാസേ, വിശപ്പിനാൽ, ഭൂഖേ പ്യാസ് ദാഹത്താലും മരിച്ചു പോകും. കഹി ബലി ഹേ കടുക് നിഭൗരി കനക് കഠോരി കി മേധാസേ. എന്താണ്, കഹി ബലി ഹേ കടുക് നിഭൗരി കനക് കഠോരി കി മേധാസേ. കനക് കഠോരി എന്ന് വെച്ചാൽ കനകത്തിൻ്റെ പാത്രം. ഇനി കനകത്തിൻ്റെ പാത്രത്തിലാണ് ഞങ്ങൾക്ക് ഫുഡ് തരുന്നതെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈ കൂടിനകത്ത് നിന്ന് അത് കഴിക്കാൻ പറ്റില്ല. മറിച്ച് കടുക് നിഭൗരി എന്ന് വെച്ചാൽ വേപ്പിൻ്റെ ഫ്രൂട്ട്. ഓക്കെ, നീം കാ ഫൽ. അപ്പോൾ ഇനി കാട്ടിലൂടെ പറന്ന് ഞങ്ങൾ വേപ്പിൻ്റെ കുരുവാണ്, ഫ്രൂട്ടാണ് കഴിക്കുന്നതെങ്കിൽ പോലും അതിനും അത്രയും രസമുണ്ടാവും. ഓക്കെ, പക്ഷേ കനക് കട്ടോരി, സ്വർണത്തിൻ്റെ പാത്രത്തിലാണ് ഫുഡ് തരുന്നതെങ്കിൽ പോലും ഇവിടുന്ന് ഞങ്ങൾക്കത് കഴിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, കൂട്ടിലകപ്പെട്ടിട്ടാണല്ലേ ഉള്ളത്, സ്വാതന്ത്ര്യമില്ല അല്ലേ, ഒരു ഫ്രീഡം ഇല്ല. നെക്സ്റ്റ്, स्वर्ण श्रृंखला के बंधन में अपने गीत उड़ान सब भूले. സ്വർണ്ണ ശൃംഖല, ഈ സ്വർണത്തിൻ്റെ ശൃംഖല, ചങ്ങലയുടെ ബന്ധനത്തിൽ, ബന്ധന്മേം ബന്ധനത്തിൽ, അപ്പനെ ഗീത്, ഞങ്ങളുടെ
എന്താണ് ഞങ്ങളുടെ പാട്ടും ഉഠാൻ സബ് ഭൂലേ പറക്കാനുള്ള ഞങ്ങളുടെ കഴിവും, ഞങ്ങൾക്ക് സ്വമേധയാ ഒരു കഴിവുണ്ടല്ലേ പറക്കാൻ, അതൊക്കെ മറന്നുപോയി. സബ് ഭൂലേ. ബസ് സപനോ മേ ദേഖ് രഹേ ഹേ തരു കി ഫുങ്കി പർ ചുക്കേ ചൂലേ. ഇനി സ്വപ്നത്തിൽ മാത്രമാണ് കാണാൻ പറ്റുന്നത്. എന്ത്? തരു കി ഫുൻഗി എന്ന് വെച്ചാൽ മരം. തരു മരം, വൃക്ഷം, വൃക്ഷത്തിൻ്റെ ഫുൻഗി ഏറ്റവും അറ്റത്തുള്ള ചില്ല ഉണ്ടാവുന്നില്ലേ വൃക്ഷത്തിൽ. അപ്പോൾ അതിൽ ഇങ്ങനെ കിളികൾ ഇരുന്നാൽ നല്ല ഊഞ്ഞാലാടും പോലെ ആടും അല്ലേ. അപ്പോൾ അതൊക്കെ ഇനി ഞങ്ങൾക്ക് സ്വപ്നമാണ്. ഓക്കെ, പറക്കാനും ഞങ്ങൾ മറന്നു പോകും. വൃക്ഷത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ചില്ലയിലിരുന്ന് ഊഞ്ഞാലാടുന്നത് പോലും ഇനി ഞങ്ങൾക്ക് സ്വപ്നമാണ്. ऐसे दे അർമാൻ കി ഉടുത്തെ നീലേ നബ് കി സീമാഭാനെ. ഞങ്ങൾ എന്താണ് നീലേനബ്, നീലേനബ് എന്ന് വെച്ചാൽ നീലാകാശം, നീലാകാശത്തിൽ ഇങ്ങനെ പാറിപ്പറക്കുന്നത് എന്താണ്, നീലാകാശത്തിലൂടെ പാറിപ്പറക്കാനാണ് ഈ കൂട്ടിൽ അകപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, നീലാകാശത്തിൻ്റെ ഏറ്റവും അറ്റത്ത് വരെ. ലാൽ കിരൺ സി ചോച്ച് ഖേൽ ചുക്കാത്തെ താരക് അനാർക്കെ ധാനെ. എന്താണ് ലാൽ കിരൺ? ലാൽ കിരൺ എന്ന് വെച്ചാൽ സൂര്യൻ്റെ കിരണം പോലെയുള്ള ഞങ്ങളുടെ കൊക്കുകൾ, ഞങ്ങളുടെ ചുണ്ടുകൾ. എന്തിനെ തിന്നാനാണ്, എന്തിനെ കൊത്തിയെടുക്കാനാണ് ഇഷ്ടപ്പെടുന്നത്? താരക് ചുക്കാത്തെ താരക് അനാർക്കെ ധാനെ. എന്താണ്? താരകങ്ങൾ പോലെയുള്ള അനാറിനെ കൊത്തിയെടുക്കാനാണ് ആഗ്രഹം. ഞങ്ങളുടെ ആഗ്രഹം അതായിരുന്നു ഞങ്ങൾ ഈ കൂട്ടിൽ അകപ്പെടുന്നതിന് മുമ്പ്. ഓക്കെ. ഹോത്തി സീമാഹിൻ ഷിജിദ് സേ ഇൻ പങ്കോ കി ഹോണ്ടാ ഹോണ്ടി. ഹോത്തി സീമാഹിൻ ക്ഷിതിജ് എന്ന് വെച്ചാൽ സംഗമം, ഭൂമിയും ആകാശവും സംഗമിക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പം ഞങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു? ഈ ക്ഷിതിജ് സീമാഹിൻ ക്ഷിതിജ് ഇൻ പങ്കോങ് കി ഹോണ്ടാ ഹോണ്ടി, ഞങ്ങളെ ഈ ചിറകുകളിലൂടെ എന്താണ് ഈ ഭൂമിയും ആകാശവും ഒന്നിക്കുന്ന സ്ഥലത്ത് അവിടം വരെ പറന്നെത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ യാഷ് तो क्षितिज मिलन बन जाता या ततनी सासों की टोरिया. അപ്പം ഞങ്ങൾ പറന്ന് അവിടെ എത്തിയില്ലെങ്കിൽ എന്താണ്, ഞങ്ങൾ പ്രാണൻ വരെ ത്യജിക്കാൻ തയ്യാറാണ്. യാ തത്നി സാസോം കി ടോരി, ഞങ്ങളുടെ അവസാന ശ്വാസം വരെ ഞങ്ങൾ പറന്ന് അവിടെ എത്താൻ ആഗ്രഹിക്കുന്നവരായിരുന്നു. നീണ്ട് നദോ ചാഹേ ടഹ്നി കാ അക്ഷയ ചിഹ്ന ബിൻ ഖർ ഡാലോ. എന്താണ്, ഞങ്ങൾക്ക് കൂട് നൽകിയില്ലെങ്കിലും കുഴപ്പമില്ല. അവസാനം എന്താണ്, ഈ പക്ഷി, ഈ ബേർഡ് അതിൻ്റെ വിഷമതകളൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഞങ്ങൾക്ക് കൂട് നൽകിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വൃക്ഷങ്ങൾ നൽകുന്ന സംരക്ഷണം അതും നിങ്ങൾ ഇല്ലാതായിക്കോട്ടെ. പക്ഷേ എന്താണ്, ലേക്കിൻ പക്ഷേ പങ്ക് ദിയേ ഹേ, പങ്ക് ചിറക് തന്നിട്ടുണ്ട്. തോ ആകുൽ ഉഡാൻ മേ വിഘ്ന ഢാലോ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളിൽ നിന്നും എന്തും അപഹരിച്ചോട്ടെ, പക്ഷേ ഞങ്ങൾക്ക് ദൈവം തന്ന ഒരു കഴിവുണ്ട്, പറക്കാനുള്ള കഴിവ്. ആകുൽ ഉഡാൻ മേ വിഘ്ന ഢാലോ, അതുകൊണ്ട് നിങ്ങളുടെ സ്വതന്ത്രമായിട്ട് പറക്കാനുള്ള കഴിവിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല എന്നാണ് അവസാനമായിട്ട് ഈ പക്ഷികൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കവിത എഴുതിയതാരാണ്? ശിവമംഗൽ സിംഗ് സുമൻ. ശിവമംഗൽ സിംഗ് സുമൻ്റെ കവിതയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? നമ്മൾ പക്ഷികൾ മാത്രമല്ല അല്ലേ, എന്താണ് കവിതയിലൂടെ പറയുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് കേട്ടോ. സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. എത്ര സുഖസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ എന്താണ് അർഹിക്കുന്നത് സ്വാതന്ത്ര്യമാണല്ലേ. ഇനി നമ്മളെ സ്വർണത്തിൻ്റെ കൂട്ടിലകപ്പെട്ടാലും സ്വർണ്ണപാത്രത്തിൽ നമ്മൾക്ക് ഫുഡ് തന്നാലും നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ്? സ്വതന്ത്രരായി പറക്കാനാണ്, പാറിക്കളിക്കാനാണ് അല്ലേ. അതാണ് ഈ ഒരു കവിതയിലൂടെ കവി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഹർ തരഹ की सुख सुविधाएं पाकर भी पक्षी पिंजरों में बंद क्यों नहीं रहना चाहते हैं?
എന്തുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള സുഖ സംവിധാനം ഉണ്ടായിട്ടും പക്ഷി പിജറേ മേം കൂട്ടിൽ ബന്ദ് നഹി കർണ ചാത്തേ ഹേ കൂട്ടിലട കിടക്കാൻ താല്പര്യപ്പെടാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് എന്താണ് പക്ഷിക്ക് വേണ്ടത്? പക്ഷികൾക്ക് ഉന്മുക്ത ഗഗൻസേ ഈ തുറന്ന ആകാശത്ത് പാറിപ്പറക്കാനാണ് ആഗ്രഹം അല്ലേ? പിന്നെന്തൊക്കെയാണ് അവരുടെ ആഗ്രഹം? ബഹ്താ ജൽ പീനെ വാലെ അല്ലേ? ഒഴുകുന്ന ജലം കുടിക്കാനാണ് ആഗ്രഹം. പിന്നെന്താണ്? കടുക് നിഭൗരി അല്ലേ? നീം കാ ഫൽ അത് കഴിക്കാനാണ് ആഗ്രഹം. പിന്നെ താരക് അനാർക്കെ ധാനെ ചുഗാത്തെ താരക് അനാർക്കെ ധാനെ ഇതൊക്കെ കഴിക്കാനാണ് അവരുടെ ആഗ്രഹം, അല്ലെങ്കിൽ അവർക്ക് കൂട്ടിൽ കിടക്കാനല്ല അവരുടെ ആഗ്രഹം അല്ലേ? നെക്സ്റ്റ്, പക്ഷി ഉന്മുക്ത് രഹക്കർ അപ്പനി കോൻ സി ഇച്ഛാഹെ പൂരി കർണ ചാത്താ ഹെ അത് സ്വതന്ത്രനായിട്ട് എന്തൊക്കെ ചെയ്യാനായിരുന്നു ആഗ്രഹം? നമ്മൾ നേരത്തെ പറഞ്ഞ അത് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? भाव स्पष्ट कीजिए या तो क्षितिज मिलन बन जाता या ततनी सासों की टोरी ഇവിടെ ഈ ഇതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്താണെന്ന് നമ്മൾ സ്പഷ്ട ചെയ്യാനാണ്. യാത്തോ ക്ഷിതിജ് മിലൻ ബഞ്ചാത്ത ഒന്നെങ്കിൽ ആകാശവും ഭൂമിയും സംഗമിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തണം, അല്ലെങ്കിൽ സാസോം കി ടോരി എന്താണ് അപ്പോൾ അതിൽ പറയുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കാൻ വരെ തയ്യാറാണ്. എന്താണ്? അവസാന ശ്വാസം വരെ ഞങ്ങൾക്ക് സ്വതന്ത്രനായിരുന്നാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഈ ഭൂമിയും ആകാശവും സംഗമിക്കുന്ന ക്ഷിതിജ് അവിടെ ഞങ്ങൾക്ക് എത്താനാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും ഞങ്ങൾ പരിശ്രമിക്കും. ഞങ്ങളുടെ അവസാന ശ്വാസം വരെ ഞങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സായിട്ട് നെക്സ്റ്റ് വരാം. ബൈ ബൈ.